സംഗീതം തുറന്ന വെളിച്ചത്തിന്റെ വഴിയെ സഞ്ചരിച്ച കലോത്സവ വേദിയിലെത്തിയ മിടുക്കി കാഴ്ചാപരിമിതിയെ തോൽപ്പിച്ച വേദിയിൽ നിന്ന് മടങ്ങിയത് ഒന്നാം സ്ഥാനവുമായി. കണ്ണൂർ എളയാവൂർ CHMHSSലെ അനന്യയുടെ കലോത്സവ വിശേഷങ്ങളിലേക്ക്. പാട്ടിന്റെ വഴിയെ നടന്നു കയറുകയാണവൾ. സ്വരങ്ങളെയും സ്വപ്നങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേദിയിലേക്ക് നടന്നു നീങ്ങുമ്പോഴെല്ലാം അവളുടെ കാതിൽ മുഴങ്ങിക്കേട്ടത് അത്രയും പ്രിയപ്പെട്ട സംഗീതം മാത്രം. ഒടുവിൽ അച്ഛന്റെയും അമ്മയുടെയും കൈകൾ ചേർത്ത് പിടിച്ച അനന്യ വേദി കയറി. കാഴ്ചപരിമിതിയെ മറികടന്ന അനന്യ ആ മാപ്പിളപ്പാട്ട് പാടി. അബ്ദുൽ മുത്തലിബ് അവർക്കുള്ള പുതൽവികളും ഉദകും ത്വാഹാതേവി ഉദകും ത്വാഹാതേവി. തൊട്ടു പിന്നാലെ 8ാം ക്ലാസ്സുകാരിയായ അനന്യയെ തേടി ആ സന്തോഷ വാർത്തയെത്തി. എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ മത്സരിച്ചിട്ട് എ ഗ്രേഡ് കിട്ടി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്റ്റേറ്റ് ലെവലിൽ എത്തുമെന്നും എ ഗ്രേഡ് വാങ്ങിക്കാൻ പറ്റുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എത്രത്തോളം പ്രിയപ്പെട്ടതെന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് സംഗീതം. ഓരോ വേദികളും കീഴടക്കി അനന്യ മുന്നേറുമ്പോൾ ഇടതും വലതും തണലായി ഇവരുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. മോള് ഇങ്ങനെ സംസ്ഥാന കലോത്സവം വരെ എത്തുന്നൊന്നും ഒരിട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആ പാട്ട് ഇന്നെനിക്ക് പൊട്ടുവെന്നുള്ള പാട്ട് ഒരുപാട് തവണ കേൾക്കും. ആ പാട്ട് ഇങ്ങനെ റെക്കോർഡാക്കിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ട് തീർന്നാൽ പിന്നെ അമ്മ ഇത് തീർന്ന് ഇനി വെച്ചാന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ കേട്ട് അങ്ങനെ. പിന്നെ വരികൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കത്തോളും. ബാക്കി മുഴുവൻ അവൾ കേട്ട് പഠിച്ചതാണ്. ഓരോ പാട്ടും ഓരോ ലോകമാണ് അനന്യയ്ക്ക് മുന്നിൽ തുറന്നു നൽകുന്നത്. സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. ഇരുട്ടിന്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ അനന്യയ്ക്ക് മുന്നിൽ തെളിയുന്ന പ്രകാശമാണ് സംഗീതം. ആ സംഗീതമാണ് അവളുടെ കരുത്ത്. അതവളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. ബിനു ശർമ്മകത്തിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊല്ലം.